ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരത്തിനെ കുറിച്ചാണ്. ആ സുന്നത്ത് നിസ്കാരം എപ്പോൾ നിസ്കരിക്കണം, ആ സുന്നത്ത് നിസ്കാരത്തിന്റെ നിയ്യത്ത് എങ്ങനെയാണ്, ആ സുന്നത്ത് നിസ്കാരത്തിൽ ഏതൊക്കെ സൂറത്താണ് നാം ഓതേണ്ടത്, ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു അകറ്റി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. اللهم اقض حاجاتنا يا قاضي الحاجات. اللهم ادفع بلياتنا يا دافع البليات. റഹീമായ രാജാതിരാജനായ അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിക്കണേ അല്ലാഹുവേ. കടം കാരണം ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്, പ്രതിസന്ധിയിലാണ്. അവർക്ക് കടങ്ങളെ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ഇപ്പോഴും വീടില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരിമാര് സഹോദരന്മാര്, അവർക്ക് അനുയോജ്യമായ വീട് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. മക്കൾക്ക് നല്ല ജോലി ലഭിക്കാൻ, ഭർത്താക്കന്മാർക്ക് നല്ല ജോലി ലഭിക്കാൻ, ബിസിനസ്സിൽ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ ജോലിയിലും ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഉള്ള ജോലിയിൽ സന്തോഷം നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അർഹമുർറാഹിമായ റഹ്മാനെ, ഞങ്ങളൊക്കെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നൽകണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ റബ്ബേ. സിഹ്ർ കണ്ണേറിനെ തൊട്ട്, ജിന്നബാധയെ തൊട്ട്, പൈശാചികമായ ശർറുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗമാക്കണേ അല്ലാഹ്. ഒരുപാട് രോഗികളുണ്ട്, പൂർണ്ണ ശിഫ നൽകണേ റഹ്മാനെ. ആരൊക്കെ എന്തൊക്കെ പരീക്ഷയാണോ എഴുതിയത് അവർക്കൊക്കെ ഉന്നത വിജയം നൽകണേ റബ്ബേ. റഹ്മുർറാഹിമിയായ രാജാതിരാജനായ അല്ലാഹുവേ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യ മക്കള് ഭർത്താക്കന്മാരിൽ ഖൈർ നൽകണേ റഹ്മാനെ. ആഫിയത്തും ആരോഗ്യവും നൽകണേ റഹ്മാനെ. കുടുംബക്കാരെ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. അയൽവാസികളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മാതാപിതാക്കളെ സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഭക്ഷണം തന്നവര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവർക്ക് ഖൈർ നൽകണേ റഹ്മാനെ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങൾക്കൊക്കെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ, അവിടെ വെച്ച് സന്തോഷിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ആരൊക്കെ ഈ മജ്ലിസിൽ എന്തൊക്കെ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ലാഹ്. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ ദാറുൽ മുബീൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ മജ്ലിസ് എല്ലാ അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ അൽഫ മറ. എല്ലാവരും ഒരു അൽഹംദുലില്ലാ പറഞ്ഞാണി. അൽഹംദുലില്ലാ അൽഫ മറ എന്ന് തന്നെ പറയും. പല ആളുകളും ചോദിക്കാറുണ്ട്, അൽഹംദുലില്ലാ അൽഫ മറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 പ്രാവശ്യം അൽഹംദുലില്ലാ പറഞ്ഞ കൂലി കിട്ടുമെന്ന്. കൂലി കിട്ടുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് ഇപ്പൊ അൽഹംദുലില്ലാ പറയാൻ പറഞ്ഞതെന്നറിയോ? മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെ. മഴയില്ലാതെ നമ്മളൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കറണ്ടിന്റെ ഉപയോഗം കുറഞ്ഞു എന്ന് വാർത്തയിൽ കാണുന്നുണ്ട്.
മഴയില്ലാതെ നമ്മളൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനുവേണ്ടി വെള്ളിയാഴ്ചകളിലൊക്കെ ഉസ്താദുമാര്, ആലിമീങ്ങൾ, പണ്ഡിതന്മാരൊക്കെ ദുആ ചെയ്തു, ദുആ ചെയ്യാൻ ആഹ്വാനം ചെയ്തു. അതിന്റെ പേരിൽ അള്ളാഹു നമ്മൾക്ക് മഴ തന്നിട്ടുണ്ട്. അതിനാണ് അൽഹംദുലില്ലാ പറയാൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു എന്നും നമ്മൾക്ക് നിലനിർത്തി തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മളെ മജ്‌ലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഒരു അത്ഭുതകരമായ സുന്നത്ത് നിസ്കാരത്തിനെ കുറിച്ചാണ്. ആ സുന്നത്ത് നിസ്കാരം നമ്മളെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നുണ്ട്. ജീവിതത്തിൽ ടെൻഷനുകൾ മാറും, ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് രക്ഷയാണ്, സാമ്പത്തികമായ അഭിവൃദ്ധിയുണ്ട്, മാരകമായ രോഗങ്ങളെ തൊട്ട് കാവലാണ്. ഇങ്ങനെ ഒട്ടനവധി അനുഗ്രഹങ്ങളും ഗുണങ്ങളും നമ്മൾക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരം. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾക്കറിയാം നമ്മളെ ശരീരങ്ങളെ കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അത് നിസ്കാരമാണ്. അത് നിസ്കാരമാണ്. അഫ്ളൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹാ, മനുഷ്യ ശരീരങ്ങളെ കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അസ്വലാത്തു, അത് നിസ്കാരമാണ്. അതുകൊണ്ടാണ് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞത് ഹാഫിളൂ അലസ്വലാത്തിൽ വുസ്താ, നിങ്ങൾ 5 വക്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കണേ, ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല, അശ്രദ്ധ കാണിക്കാൻ പാടില്ല, അത് ഖളാ ആക്കാൻ പാടില്ല. നിസ്കാരം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും ഉണ്ടോ നിസ്കരിച്ചോളണം. നിസ്കാരം 2 രൂപത്തിലാണ്, ഫർള് നിസ്കാരം, സുന്നത്ത് നിസ്കാരം. ഫർള് നിസ്കാരങ്ങൾ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല, സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. കാരണം അല്ലാഹ് പറഞ്ഞത് എന്താ? മാസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു, എന്റെ അടിമ എന്നിലേക്ക് അടുക്കുന്നത് സുന്നത്തായ കർമ്മങ്ങളെ കൊണ്ടാണ്. അപ്പൊ നമ്മളെ ജീവിതത്തില് സുന്നത്തായ കർമ്മങ്ങൾ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, സുന്നത്തായ നിസ്കാരങ്ങൾ ഒരുപാട് നിസ്കാരങ്ങളുണ്ട്. തഹജ്ജുദ് നിസ്കാരമുണ്ട്, ളുഹാ നിസ്കാരമുണ്ട്, പെരുന്നാൾ നിസ്കാരമുണ്ട്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് നിസ്കാരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നിസ്കാരങ്ങളുടെ, ഫർള് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമുള്ള നിസ്കാരം, അഥവാ റവാത്തിബ് നിസ്കാരങ്ങൾ. റവാത്തിബ് നിസ്കാരങ്ങൾ പലപ്പോഴും പലരും നിസ്കരിക്കാറില്ല, അതിനെ ഒഴിവാക്കാറാണ് പതിവ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. റവാത്തിബ് നിസ്കാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 2 റക്അത്ത് നിസ്കാരമുണ്ട്. ആ 2 റക്അത്ത് നിസ്കാരത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അഥവാ സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം. സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് ലഭിക്കുന്ന നിസ്കാരമാണ്. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റക്അത്തുൽ ഫജ്രി ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തീബ് നിസ്കാരം ദുനിയാവും അതിലുള്ളതിനേക്കാൾ ഖൈറാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരാൾ ദുനിയാവും മുഴുവനും നമ്മൾക്ക് തന്നു, അതിനേക്കാളും ഖൈർ സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരമാണ്. ഒരാൾ ദുനിയാവിലുള്ള എന്ത് വസ്തു നമ്മൾക്ക് തന്നാലും അതിനേക്കാളും ഒക്കെ ഖൈർ സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ 2 റക്അത്ത് നിസ്കാരം നമ്മൾ എന്നും പതിവാക്കണം. എന്നും പതിവാക്കിയാല് അള്ളാഹു നമ്മൾക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നുണ്ട്. ഈ നിസ്കാരത്തിന്റെ നിയ്യത്ത് എങ്ങനെയാണ്? ആദ്യം നമുക്ക് നിയ്യത്ത് പഠിക്കാം. എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള റവാത്തിബ് 2 റക്അത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബിലയിലേക്ക് തിരിഞ്ഞ് ഞാൻ നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചിട്ട് 2 റക്അത്തെ നിസ്കരിക്കേണ്ടതുള്ളൂ. ആ 2 റക്അത്ത് നിസ്കരിച്ചാൽ ദുനിയാവും അതിലുള്ളതിനേക്കാൾ ഖൈറാണെന്ന് റസൂലുള്ളയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നിയ്യത്ത് വെച്ചതിന് ശേഷം ഫാത്തിഹ സൂറത്ത് ഓതുക. ഫാത്തിഹ സൂറത്ത് ഓതിയതിനു ശേഷം സൂറത്ത് ഓതണം. ഏത് സൂറത്താണ് നമ്മൾ ഓതേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അലം നശ്റഹ് സൂറത്ത്, അലം നശ്റഹ് ലക സദ്റക് തുടങ്ങിയ സൂറത്താണ് ഓതേണ്ടത്. 2ാമത്തെ റക്അത്തില് ഫാത്തിഹയ്ക്ക് ശേഷം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ഈ 2 സൂറത്തുകളുമാണ് നമ്മൾ സുബ്ഹിന്റെ മുമ്പുള്ള റവാത്തിബ് നിസ്കാരത്തിൽ നമ്മൾ ഓതേണ്ടത്. അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ മഹാന്മാര് പറയുന്നത് എന്താണ്? അന്നത്തെ ദിവസം ഒരു ശർറും ഒരു സങ്കടവും ഒരു വിഷവും അവനക്ക് വരൂല. അപ്പൊ എല്ലാ ദിവസവും നിസ്കരിക്കണം. ആ എല്ലാ ദിവസവും നമ്മൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവൂല, ടെൻഷനുകൾ ഉണ്ടാവൂല, ജോലിക്ക് പോകുമ്പോ സമാധാനം ഉണ്ടാവും, ഒരു ശർറും ഉണ്ടാവൂല എന്നല്ലേ പറഞ്ഞത്? മുത്ത് നബിയാണ് പറഞ്ഞത്. ഒരു ശർറും ഉണ്ടാവൂല, ഒരു തിന്മയും നമ്മളെ
നമ്മളെ ജീവിതത്തിലേക്ക് വന്നണയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുപോലെ തന്നെ ഈ 2 റക്അത്ത് നിസ്കാരം പതിവാക്കിയാൽ മാനസികമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അല്ലെ, എത്രയോ ആളുകൾ ടെൻഷൻ അടിച്ച് ജീവിക്കുന്നുണ്ട്. അല്ലെ, കുടുംബത്തിലെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ഇടയിൽ പ്രശ്നമാണ്, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നമാണ്, മക്കളുടെ ഇടയിൽ പ്രശ്നമാണ്, സങ്കടാണ് ഉസ്താദേ എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കുള്ള അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും മാറാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് റവാതീബ് നിസ്കാരം. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും അത് പതിവാക്കാൻ ശ്രമിക്കുക. മഹാനായ ഇമാം ഗസ്സാലി പറയുന്നുണ്ട്, മൻ ഖറഅ ഫീ റക്അത്തൈൽ ഫജ്രി, സുബഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്തിൽ ഒരാൾ ഓതി അലം നശ്റഹ് സൂറത്തും അതുപോലെ തന്നെ അലം തറ സൂറത്തും ഒരാൾ ഓതിക്കഴിഞ്ഞാൽ കുസിറത്ത് അൻഹു യദു കുല്ലി അദുവിൻ, എല്ലാ ശത്രുക്കളെയും അല്ലാഹു പരാജയപ്പെടുത്തുന്നു. സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരത്തിൽ 1-ാമത്തെ റക്അത്തിൽ അലം നശ്റഹ്, 2-ാമത്തെ റക്അത്തിൽ അലം തറ സൂറത്ത്. ഇത് ഓതിക്കഴിഞ്ഞാൽ നമ്മളെ ശത്രുക്കളെ മുഴുവനും അല്ലാഹു പരാജയപ്പെടുത്തും. എത്ര വലിയ ശത്രുക്കളാണെങ്കിലും. ചില ആളുകൾ പറയും, ഉസ്താദെ കുടുംബക്കാരിൽ ശത്രുക്കളുണ്ട്, അയൽവാസികളിൽ ശത്രുക്കളുണ്ട്, കൂട്ടുകാരിൽ ശത്രുക്കളുണ്ട്. ഈ ശത്രുക്കൾക്ക് നമ്മളെ തൊടാൻ കഴിയില്ല, നമ്മളോട് അടുക്കാൻ കഴിയില്ല. ഒരു സിഹ്റും വരൂല, ഒരു കണ്ണേറും വരൂല. നിസ്കാരം പതിവാക്കിക്കോ, അല്ലാഹു പതിവാക്കാല തൗഫീഖ് നൽകട്ടെ. വലം യജ്അൽ ലഹും അലൈഹി സബീൽ, ഒരു വഴി നമ്മളിലേക്ക് അവർക്ക് എത്താൻ കഴിയില്ല, ഒരു വിധേനയും അവർക്ക് നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയില്ല, എത്ര വലിയ ശത്രുക്കളാണെങ്കിലും എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു നിസ്കരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ മഹാന്മാര് പറഞ്ഞു, സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കുമ്പോ 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്തിന് ശേഷം അലം നശ്റഹ് സൂറത്ത് ഓതുക. അതുപോലെ തന്നെ ഖുൽ യാ അയ്യുൽ കാഫിറൂൻ എന്നുള്ള സൂറത്ത് ഓതാൻ അറിയുന്ന ആളുകൾ അതും ഓതുക. 2-ാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ തുടങ്ങിയ സൂറത്ത് ഓതുക. അതുപോലെ തന്നെ ആ റക്അത്തിൽ തന്നെ സൂറത്തുൽ ഇഖ്ലാസും പാരായണം ചെയ്യുക. നബി മുഹമ്മദിനെ പോലത്തെ മഹാന്മാർ ഇങ്ങനെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതായാലും സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും. നമ്മളെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റി തരുമെന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. 5 വക്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കാൻ, അതിന്റെ മുമ്പും ശേഷവുമുള്ള റവാത്തീബ് കൃത്യമായി നിസ്കരിക്കാനുള്ള തൗഫീഖും മനസ്സും അല്ലാഹു നമ്മൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതിന് കൃത്യമായ മറുപടി ഞാൻ തരും. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.